ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ, കറൻറ്റ് സിറ്റുവേഷനെ പറ്റിയിട്ടുള്ളൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് കൂടുതൽ പേരും ലോങ് ഡിസ്റ്റൻസ്, നോ കോണ്ടാക്റ്റ്, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് എനിക്ക് ചിലരിൽ കാണുന്നതെന്ന് വെച്ചാൽ ഗോസ്റ്റിംഗ് ഇഷ്യൂ പോലുള്ള, എന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങളെ ബ്ലോക്ക് ആക്കിയിട്ട് പോയി, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നിങ്ങളോട് പോലും പറയാതെ അങ്ങനെ ബ്ലോക്ക് ആക്കി വെച്ചേക്കരുത്. നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടേതല്ല കാരണം, അവരുടെ ഭാഗത്തുനിന്നുണ്ടായ അതാണ് പ്രശ്നമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. ചിലരുടെ അടുത്തൊന്നും എന്താ പറയുന്നത്, പ്രോപ്പറായിട്ടുള്ള കോൺവേഴ്സേഷൻസ് ഒന്നും ഇല്ല. അപ്പം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്, എന്ത് കാരണത്തിലാണ് പോയത് എന്നൊക്കെയുള്ള നിങ്ങളും ചോദിക്കാൻ അവിടെയെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടും നിങ്ങളിങ്ങനെ ഒരുമാതിരി പെട്ടുപോയ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പോയടുത്തും അവർ അത്ര ഹാപ്പി ആയിട്ടല്ല ഞാൻ കാണുന്നത്. പക്ഷേ അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ട്, എന്നാൽ വേണ്ട, എനിക്കിപ്പം പറ്റത്തില്ല, മീൻസ് ഒരു ഈഗോ പോലെ. പക്ഷേ എന്നാൽ പോലും നിങ്ങളെ സോഷ്യൽ മീഡിയ വഴിയിട്ടൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പം എന്തെടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖേനയോ ഒക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. ചിലർ എനിക്ക് തോന്നുന്നു കാണുന്നുണ്ടായിരിക്കും, എന്നാൽ പോലും പ്രോപ്പറായിട്ടുള്ള കോൺവേഴ്സേഷൻ ഇല്ല. അങ്ങനെ എന്തുവാണെങ്കിലും നിങ്ങൾ നല്ലപോലെ സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അവരാണെങ്കിൽ ഇപ്പം പ്ലാനിങ് ഒക്കെ ചെയ്യും, പക്ഷേ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യും. ഇപ്പം വേണ്ട, ഇപ്പം സംസാരിക്കണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ, ഇനിയിപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ സംസാരിച്ചാലും ഇനിയിപ്പം നിങ്ങളെന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും പ്രശ്നമാവുമോ, അത് വഴക്കാവുമോ, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളിങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ട്, ഹൈഡ് ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളോട് സ്നേഹമില്ലാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്നേഹമുണ്ട്, പക്ഷേ അയാളിപ്പോൾ അത് പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്ന പോലെ. അയാൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കുറച്ച് സമയമെടുക്കും. അയാൾ എന്തോ ഈ സാമ്പത്തികം, ഫിനാൻഷ്യലും കരിയറൊക്കെ ആയിട്ടിങ്ങനെ പെട്ട് കിടക്കുന്ന പോലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അവരും നിങ്ങളുടെ കാര്യമൊക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ വെച്ചിട്ട്. ഇതിനൊരു സംസാരിക്കണം, നിങ്ങളോട് സംസാരിക്കണം എന്ന് തന്നെ ഉണ്ട്, എന്നാൽ ഇപ്പം വേണ്ട എന്നുള്ള പോലെ ഇങ്ങനെ എന്താ പറയുന്നത്, ഡബിൾ മൈൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ വരും അയാൾ, ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, അതിന് ശേഷം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം പേടിക്കാനില്ല, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളും ഈ ഒരു നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത്, അയ്യോ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ, അങ്ങനെ അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സിറ്റുവേഷൻ അയാളെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെന്നാണ്, സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിപ്പോയ കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അയാൾ ആ കാര്യം ഡിസ്കസ് ചെയ്യും. ഞാൻ പറയുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെന്താ പറയുന്നത്, നിങ്ങൾക്കും ഒരു ലൈഫുണ്ട് അല്ലേ, അപ്പം അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. നിങ്ങളുടെ കരിയർ, നിങ്ങൾ പുതിയ ഹാബിറ്റൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങളും പുതിയൊരു റീസ്റ്റാർട്ട് നിങ്ങളുടെ ജീവിതത്തിലും കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അയാൾ വന്നോളും. അയാൾ എന്തേന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങൾ എന്താണേലും ഒന്നിക്കേണ്ട ആൾക്കാരാണ്.